ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോയുടെ ഒരു മാർക്കറ്റ് അനാലിസിലേക്ക് അവർക്ക് സ്വാഗതം. നമുക്ക് നോക്കാം ഇന്ന് മാർക്കറ്റിന്റെ അവസ്ഥ എന്താണ്, മാർക്കറ്റ് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ നമ്മളിവിടെ നോക്കിയാൽ നമ്മൾ ഡേ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മൾ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഡേയുടെ സപ്ലൈ സോൺ ആണ്. ഈ ഒരു സോണിൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമുക്ക് ഇതിന് മുന്നേ മാർക്കറ്റ് ഈ സോണിലേക്ക് വന്ന് റെസ്പെക്ട് ചെയ്തു. മാർക്കറ്റ് വീണ്ടും ഒരു പുൾ ബാക്ക് ആണ് ഈ സോണിലേക്ക് വീണ്ടും വന്നു. ഇന്നത്തെ ഒരു ദിവസം ഇവിടെയും മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കണം മാർക്കറ്റ് ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്ത് താഴത്തേക്കുള്ള ഒരു മൂവ്മെൻറ്റ് തരുന്നുണ്ടോ, അതല്ല മാർക്കറ്റ് വീണ്ടും ഇവിടുന്ന് മുകളിലേക്ക് പുഷ് ചെയ്തതിന് ശേഷം ഈ ഒരു സോൺ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ 67,200 എന്നുള്ള സോൺ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു ബുള്ളിഷ് സൈഡ് അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ട്രേഡ്സുകൾ അധികം നോക്കാൻ സാധ്യതയുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലിക്വിഡിറ്റി ഫുള്ള് ടേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഡേയുടെ സപ്ലൈ സോണും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് പിന്നെ 72,000 വരെ മൂവ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി മറിച്ച് അതല്ല, മാർക്കറ്റ് ഇവിടെ റെസ്പെക്ട് ചെയ്തു അതിനുശേഷം അത് താഴത്തേക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ആണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഒരു സോണുകളൊക്കെ മാർക്കറ്റ് ലിക്വിഡിറ്റീസ് ഏരിയ ആണ്. നിങ്ങൾക്കറിയാം മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഫോൾ ആയാൽ ഒരു അഗ്രസീവ് ഫോള് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നേരെ താഴത്തേക്ക് ഫോൾ ആവും. അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് വീണ്ടും അല്ലെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ 49,000 റേഞ്ചിലേക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഏരിയ നമുക്ക് ക്രൂഷ്യലാണ്. നമുക്ക് ഈ ഏരിയയിൽ മാർക്കറ്റ് എന്താണ് സംഭവിക്കുന്നത് നോക്കണം. ഇപ്പം ഈ ഒരു മൊമെൻറ്റ് വരെ മാർക്കറ്റ് ബൈയിങ്ങും സെല്ലിങ്ങും അല്ലെങ്കിൽ ബയേഴ്സും സെല്ലേഴ്സും അത്യാവശ്യം ആക്റ്റീവാണ്. നമ്മൾ നേരെ ഫോർവേഡിലേക്ക് സ്വിച്ച് ചെയ്താൽ കാണാൻ സാധിക്കും മാർക്കറ്റ് ഈ ഒരു ഡേയുടെ സപ്ലൈ സോണിൽ നിന്ന് റിയാക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ 1 അവറിൻ്റെ സപ്ലൈ ഉണ്ട്, 50 മിനിറ്റ് സപ്ലൈ. ഇപ്പം നിൽക്കുന്ന ഒരു സോൺ എന്ന് പറയുന്നത് 1 അവറിൻ്റെ സപ്ലൈ സോണും അതുപോലെ തന്നെ 50 മിനിറ്റ് സപ്ലൈ സോണുമാണ്. അപ്പം ഇവിടെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാം. പക്ഷേ മാർക്കറ്റ് താഴത്തേക്ക് വരും തോറും താഴെ 4 അവർ ഡിമാൻഡ് ഉണ്ട്. ഈ ഡിമാൻഡിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ അഗ്രസീവായിട്ട് 2-3 ക്യാൻഡിലോട് മാർക്കറ്റ് താഴത്തേക്ക് വരുന്നു. എന്നിരുന്നാലും ഈ ഡിമാൻഡിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത ശേഷം കറക്റ്റീവായിട്ടാണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സോണിൽ ബയേഴ്സും ആക്റ്റീവ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അറ്റ് എ ടൈമിൽ സെല്ലേഴ്സും അതുപോലെ തന്നെ ബയേഴ്സും ആക്റ്റീവ് ആവുന്നതുകൊണ്ടാണ് മാർക്കറ്റിൽ അഗ്രസീവ് മൊമെൻറ്റം ലഭിക്കാത്തത്. ഇപ്പോൾ നമ്മളൊരു ഡേ 4 അവർ ടൈം ഫ്രെയിം നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മൾ ഈ ഒരു 3 ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 12 മണിക്കൂർ കൊണ്ട് മാർക്കറ്റ് ആകെ മൂവ് ചെയ്തത് 800 പോയിന്റിനടുത്താണ്. ഈ ഒരു 800 പോയിൻ്റാണ് മാർക്കറ്റ് 12 മണിക്കൂർ കൊണ്ട് മൂവ് ചെയ്തത്. നിങ്ങൾക്കറിയാം ഇത് ക്രിപ്റ്റോ മാർക്കറ്റാണ്. ഈ 800 പോയിന്റ് 1000 പോയിന്റ് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു 1 അവർ ക്യാൻഡിൽ സിമ്പിളായിട്ട് തരുന്ന ഒരു ടേക്ക് ചെയ്യുന്നൊരു ഏരിയ ആണ്. ആ ഒരു മൂവ്മെൻറ്റം ഇവിടെ ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു 4 അവറിൻ്റെ ഒരു 3 ക്യാൻഡിൽ മൂവ് ചെയ്ത് വെറും 800 പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവിടെ സെല്ലേഴ്സും ബയേഴ്സും ഒരുപോലെ ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്കൊരു കൺസോൾട്ടേഷൻ ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് എക്സാക്റ്റ് വ്യൂ തരുന്നില്ല. സപ്ലൈയിലും ഈ പറഞ്ഞ സെല്ലേഴ്സ് ആക്റ്റീവ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ ഡിമാൻഡിൽ ബയേഴ്സ് ആക്റ്റീവ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു കൺസോൾട്ടേഷൻ ഏരിയ ആയിട്ട് തൽക്കാലം കാണാം. നിങ്ങൾക്കറിയാം ഈ ഒരു മാസം നമുക്ക് അധികം ട്രേഡ്സുകളൊന്നും ഇല്ലായിരുന്നു. മാർക്കറ്റ് ഫുൾ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു റേഞ്ചായിരുന്നു. അതിനർത്ഥം ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തോ പ്ലേ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്യും, ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്താൽ ബുള്ളിഷിലേക്ക് കൊണ്ടുപോകാം. അതല്ല ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ ഈ കാണുന്ന ലിക്വിഡിറ്റീസ് ഫുള്ള് മാർക്കറ്റ് എന്ത് ചെയ്യാം, അഗ്രസീവായിട്ട് ടാപ്പ് ചെയ്യാം. അതുകൊണ്ട് തൽക്കാലം നമ്മൾ കെയർഫുള്ളായിട്ട് ഇരിക്കുക. നമ്മൾ എക്സാക്റ്റ് നോക്കുക മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് ഏത് രീതിയിലാണ് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളത്. ആ ഒരു രീതിയിൽ മാത്രം നമ്മൾ ട്രേഡ്സ് എടുക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം എല്ലാ ദിവസവും ട്രേഡ്സ് എടുക്കുന്നതിലല്ല കാര്യം, ക്വാളിറ്റിയുള്ള ട്രേഡ്സ് കണ്ടുപിടിക്കുന്നതിലാണ് കാര്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്ത് നോക്കാം മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് ഡയറക്ഷനിൽ മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ട്രേഡ്സ് ഇല്ല. നിങ്ങൾക്കറിയാം ഈ ഒരു ക്യാൻസൽ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ എന്ത് ട്രേഡ്സ് ചെയ്യാനാണ്. ഇവിടെ പ്രത്യേകിച്ച് നമുക്കൊരു മൊമെൻറ്റം ഓൾറെഡി കിട്ടുന്നില്ല. സോ നമ്മൾ ഈ ഒരു സപ്ലൈ സോൺ നമുക്ക് താഴത്തേക്ക് നോക്കേണ്ടതാണ്. എന്നിരുന്നാലും മാർക്കറ്റിൻ്റെ ഈ ഒരു കണ്ടീഷൻ, നിലവിലെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ അങ്ങനത്തെ ട്രേഡ്സുകൾ നോക്കുന്നില്ല. സ്റ്റിൽ നമ്മൾ വെയിറ്റിംഗ് ആണ്. എക്സാക്റ്റ് ഒരു ഡയറക്ഷൻ കിട്ടുമ്പോൾ നമ്മൾ ഓൾറെഡി വെയിറ്റിംഗ് ആയിരിക്കും. നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ എത്ര ദിവസം വെയിറ്റ് ചെയ്താലും ഒരു നല്ല 2-3 ട്രേഡ്സിൽ തീരാനുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ 2-3 ട്രേഡ്സുകളിൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് എടുത്താൽ ഈ ദിവസങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. എന്തായാലും നമുക്ക് നോക്കാം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നെന്തായാലും ട്രേഡ്സ് ഇല്ല. നെക്സ്റ്റ് ഡേ നമുക്ക് വീണ്ടും കാണാം. ബൈ ഓൾ.